പാരീസിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന തൂക്കി വിളക്കുകളായിരുന്നു വൈദ്യുതി വരുന്നത് വരെ ഉപയോഗിച്ചിരുന്നത്. ആ 2 വിളക്കുകൾക്കും 2.5 നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മരം കൊണ്ടുള്ള മിമ്പർ, വാതിലുകൾ, ജനലുകൾ, മേൽക്കൂര, ഏണിപ്പടികൾ, മിമ്പറിലെ കോണിപ്പടികൾ തുടങ്ങിയവ വാസ്തുശില്പകലയുടെ പ്രൗഢിയും വൈജ്ഞാനിക അവഗാഹവും വിളിച്ചോതുന്നതാണ്. പൂവുകൾ, കായ്കനികൾ, വിഭിന്നമായ ജീവജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ വേറിട്ട കരവിരുതോടെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തിയ പണികളാണ് ഓരോ മരം കൊണ്ടുള്ള ഉരുപ്പടികളിലും ഉള്ളത്. മേൽക്കൂരയിൽ ബഹുവർണ്ണത്തിലുള്ള കാലിഗ്രാഫി കഴിഞ്ഞ 30 വർഷം മുമ്പ് വരെ നിലനിന്നിരുന്നു. മിനുക്കുപണികളിൽ പലതും തേഞ്ഞു മാഞ്ഞു പോകുകയും ചെയ്തു. ജനൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഗ്ലാസുകൾ വിദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. പള്ളിയുടെ ഹൗലിൽ 1 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പറയുന്നു. വൈദ്യുതി വരുന്നത് വരെ പള്ളിക്കിണറ്റിൽ നിന്നും വെള്ളം മുക്കി ഒഴിച്ചാണ് ഹൗല് നിറച്ചിരുന്നത്. 2 ആളുകൾ ചേർന്നായിരുന്നുവത്രേ അന്ന് ഹൗല് നിറച്ചിരുന്നത്. പള്ളിക്ക് സമീപത്തെ വിവിധ മക്കാമുകളിൽ പല മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉത്തര മലബാർ ദേശത്തെ മസ്ജിദുകളുടെ അധികാര സ്ഥാനം ഉൾപ്പെടെയുള്ള ഖാലി സ്ഥാനം അറക്കൽ ഭരണാധികാരികൾക്കായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അറക്കൽ രാജകുടുംബത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് നഷ്ടമായെങ്കിലും മസ്ജിദുകളുടെ ഖാലി സ്ഥാനം 1880 ഖാലി ആക്ട് അനുസരിച്ച് തുടർന്ന് കൊണ്ടുപോകുവാനും ആത്മീയ തീരുമാനങ്ങൾ എടുക്കുവാനും പൊതുജന മധ്യത്തിൽ പ്രഖ്യാപനങ്ങൾ അറിയിക്കുവാനുമുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകിയിരുന്നു. 1890കളിൽ തന്നെ ലോകത്താദ്യമായി മതവിജ്ഞാനീയങ്ങളും ആധുനിക ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് പ്രാദേശിക ഭാഷയായ അറബി മലയാളവും അറബി, ഉറുദു, ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളും ഉൾപ്പെടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സിലബസ് രൂപീകരണവും ദീനിയാത്ത്, അമലിയാത്ത്, താരീഖ് തുടങ്ങിയ കിതാബുകളുടെ രചനകളും നടന്നത് കണ്ണൂർ അറക്കൽ രാജകുടുംബം നേരിട്ട് നിയന്ത്രിക്കുന്ന 49 പള്ളികളുടെയും കേന്ദ്ര ആസ്ഥാനവുമായിരുന്ന കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലാണ്. മാലിദ്വീപ് മുതൽ ലക്ഷദ്വീപ് വരെയുള്ള നാടുകളിലെ പ്രാദേശിക ഖാദിമാർക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ആത്മീയ കേന്ദ്രമായും ഗോളശാസ്ത്ര പഠനങ്ങളും നൂറ്റാണ്ടുകളായി ഹിജ്റ കലണ്ടറിന്റെ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ നടക്കുന്ന പള്ളിയായും ഇത് നിലകൊണ്ടു. ഹിജ്റ മാസ പ്രഖ്യാപനം ഔദ്യോഗികമായി മറ്റു പ്രദേശങ്ങളിലെ ഖാദിമാരെ അറിയിക്കുന്നതും ഈ പള്ളിയിൽ നിന്നായിരുന്നു. അടുത്ത കാലത്ത് വരെ ജുമാഅത്ത് പള്ളിയിലെ തക്ബീർ കേട്ടാൽ നാടൊട്ടുക്ക് തക്ബീർ മുഴക്കി പുറപ്പെടാൻ കുതിരവണ്ടിയും കാളവണ്ടിയും കാൽനടയായും ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു ജില്ലയുടെ പ്രധാന നഗര കേന്ദ്രമല്ലായിരുന്നു